ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ എക്സ്പെക്ടേഷൻസും ഒക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് ആൻഡ് മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ US വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും S&P 500 സൂചികയിലും അതിനോടൊപ്പം തന്നെ നാസ്ഡാക്കിലേക്കും വരികയാണെങ്കിൽ വളരെ അനിവാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്കായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡൗ ജോൺസിലേക്ക് വരുമ്പോഴേക്കും ഒരുപക്ഷെ മറ്റ് രണ്ട് വിപണി അല്ലെങ്കിൽ സൂചികളെ അപേക്ഷിച്ചിട്ട് ഒരല്പം കൂടി ഇടിവിൻ്റെ തോത് ഒരല്പം കൂടി ഇൻറ്റൻസിഫൈഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺലൈക്ക് നാസ്ഡാക്ക് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ കുറെ കൂടെ അധികം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ 46,400 ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസിൽ സപ്പോർട്ട് ലെവലിന്റെ തൊട്ട് താഴെയായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൗ ജോൺസ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ഓപ്പൺ പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് നമ്മൾ ഇന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 46,200 ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ സപ്പോർട്ട് 47,600 പോയിന്റ്. അമേരിക്കൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇത്രയും വീക്ക്നെസിന്റെ പ്രധാന കാരണം ഇസ് ദ സെല്ലിംഗ് പ്രഷർ ഇൻ ബാങ്കിങ് സ്റ്റോക്സ്. സോ ബാങ്കിങ് സ്റ്റോക്സിലെ പല സ്റ്റോക്സിൽ ഇന്നലെ വീണ്ടും നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാനിടയായി. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ അറ്റ് മൊമെന്റ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ലോ റിസ്കിലെ പുതിയ ബൈയിങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. 24,800 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ. അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഗോൾഡിലേക്ക് തന്നെയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു ലേറ്റ് നൈറ്റ് അവേഴ്സിൽ ഏകദേശം ആ ഒരു ഓൾ ടൈം ഹൈ ലെവലിന് വളരെ അടുത്തെത്തുകയും അതിനുശേഷം വളരെ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. $4,000 എന്നൊരു നിലയും ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ്. നിലവിൽ ട്രോയ് ഓൺസിന് $3,973 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓവർ ഹീറ്റഡ് പൊസിഷനിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലേക്ക് ഗോൾഡ് കടന്നു എന്ന് നമുക്ക് വിശ്വസിക്കാമോ? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഓഗസ്റ്റ് 20 ശേഷം സ്വർണത്തിന്റെ കേസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല. ആൻഡ് ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ മാർക്കറ്റ് പ്ലസിന്റെ സെഷൻസിലൊക്കെ ചൂണ്ടിക്കാണിച്ചത്. ദാറ്റ് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആണെങ്കിൽ പോലും ഇന്നിപ്പോൾ നമുക്ക് വിപണിയിലേക്ക് എത്തുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നിക്ഷേപകരും അതിനോടൊപ്പം തന്നെ അനലിസ്റ്റുകളും ഒക്കെ ഉറ്റുനോക്കുന്നത് TCSന്റെ റിസൾട്ടിനോട് എങ്ങനെയായിരിക്കും TCS ഓഹരികളും IT ഇൻഡെക്സും റിയാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനാദ്യമായിട്ട് നമുക്ക് TCSന്റെ നമ്പേഴ്സിലേക്ക് തന്നെ പോയി നോക്കാം. TCSനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ കോൺസ്റ്റന്റ് കറൻസി ടേംസിലുള്ള വരുമാനത്തിൽ ഏകദേശം 3.3% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറ്റാദായം പരിശോധിക്കുകയാണെങ്കിൽ 12,075 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ എബിഡയിലെ മറ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ പരിശോധിക്കുമ്പോഴും കൃത്യമായിട്ടൊരു പുരോഗതി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ പ്രദീപ് സാർ വീണ്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. സർ, കേൾക്കാമോ? കേൾക്കാമല്ല. സോ ഞാൻ സ്വർണത്തിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. സോ സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആണെങ്കിൽ പോലും വളരെ ഓവർ ഹീറ്റഡ് റീഡിംഗ് ആ സ്വപ്നത്തിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നത്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 3,950 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ നമുക്ക് ക്രൂഡിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നും ക്രൂഡിൽ ഏകദേശം ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ട്രേഡിംഗ് നടന്നത്. കാര്യമായിട്ടുള്ളൊരു മാസീവായിട്ടുള്ള ബൈയിങ്ങോ സെല്ലിങ്ങോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. WTI ക്രൂഡ് ആണെങ്കിൽ ഏകദേശം 0.0 ഏകദേശം 0.25% വളരെ നേരിയൊരു നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രെൻഡിലേക്ക് എത്തുകയാണെങ്കിലും വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ അണ്ടർടോണിൽ ഒരു മാറ്റവുമില്ല. അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു, ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ്. നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ $64 ലെവലിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് $60. $60 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ക്രൂഡിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്.
സർ, ഇനി ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുമ്പോൾ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ പ്രധാനമായിട്ടും കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ദിവസത്തേക്കാളും ഒരു ബെറ്റർ ആയിട്ടൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 25,199 എന്നൊരു നിലവരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡേ ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ്. ഏകദേശം ഒരു 0.5% ഒരു നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യിൽ ഇനി അടുത്ത പ്രധാനമായിട്ടും താങ്കൾ പേഴ്സണലി വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നിഫ്റ്റി 50യുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ തീർച്ചയായിട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 24,990 പോയിന്റ് ആയിരിക്കും നമ്മുടെ സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ 25,250 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 25,400 അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 25,500. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരല്പം അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. ബട്ട് സ്റ്റിൽ 56,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 56,192.05 എന്ന നിലയിലാണ് ഇന്നലെ ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ 56,550 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നേട്ടം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. 56,950, 57,500, 58,000 പോയിന്റ് ഇത് മൂന്നും ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽസ്. സർ, ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നിക്ഷേപർ ഉറ്റുനോക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് TCS ആണ്. ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം TCS അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പാരാമീറ്റേഴ്സിലും സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേറ്റിനെ മറികടന്നുകൊണ്ടൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ചും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡർ ബുക്കുകളിലടക്കം പരിശോധിക്കുമ്പോഴേക്കും ഫസ്റ്റ് ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ ഒരു ബെറ്റർ ആയിട്ട് പ്രകടനം കാഴ്ചവെക്കാൻ TCSന് സാധിച്ചിട്ടുണ്ട്. TCS ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ ഒരു 4 ട്രേഡിംഗ് സെഷൻസിലെ 3 ട്രേഡിംഗ് സെഷൻസിലും മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. TCS ഓഹരികൾ ഇനി വീണ്ടും ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നാണ്, അത് ഓൾറെഡി ഈ റിസൾട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ TCSന്റെ റിസൾട്ടിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? TCSന്റെ റിസൾട്ട്സിൽ എനിക്ക് ഒരു സർപ്രൈസും കാണാൻ സാധിക്കുന്നില്ല. ഇറ്റ് ഈസ് മച്ച് അലോങ് മൈ എക്സ്പെക്റ്റഡ് ലൈൻസ്. ബട്ട് TCSന്റെ കേസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നിലവിൽ കാണാൻ സാധിക്കുന്നില്ല. അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മൾ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദ മൊമെന്റ് നമുക്ക് വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. TCSൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 3,200, 3,250 ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 3,015. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ സപ്പോർട്ട് 2,890 രൂപയിലാണ്. യെസ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ LICയിലേക്ക് കൂടി വരികയാണ്. LICയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും LIC എന്ന് മാത്രമല്ല പൊതുവെ ഇൻഷുറൻസ് കമ്പനികളുടെ സെപ്റ്റംബർ മാസത്തിൽ അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. LICയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം വരുന്നത്. LICയിൽ കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ടും കാണുന്നുണ്ട്. ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ളൊരു നേട്ടത്തിന് ശേഷം ബുധനാഴ്ച ഒരു ഇടിവായിരുന്നു. ഇന്നലെ ഒരു ഫ്ലാറ്റിഷ് ടോണിലാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. LIC ഓഹരികളുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? LICയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും LICയിൽ കാണാൻ സാധിക്കുന്നില്ല. LICയിൽ നമുക്ക് ശക്തമായിട്ടൊരു സസ്റ്റൈനബിൾ ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ LIC 940 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 850 രൂപയുടെ സപ്പോർട്ടും ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, ഒപ്പം തന്നെ അദാനി ഗ്രൂപ്പിലേക്ക് കൂടി കിടക്കുകയാണ്. അദാനി ഗ്രൂപ്പ് ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? അദാനി സ്റ്റോക്സിലൊക്കെ നമുക്ക് ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി എനർജി സൊല്യൂഷന്റെ കേസിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 950 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. 900 രൂപയായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ.
അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ അഗെയിൻ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ 2630 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ലഭിക്കണമെങ്കിൽ. അഡാനി പോർട്ടിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 1470 രൂപ ആൻഡ് സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1360 രൂപ. അഡാനി പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും എഗെയിൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 157 രൂപ. 157 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ചുരുങ്ങിയത് 5 രൂപയുടെ നേട്ടമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. 140 ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ, സപ്പോർട്ട് ഏരിയ. ആൻഡ് ഫൈനലി അഡാനി ഗ്രീനിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഏരിയ ഇന്നത്തെ ട്രേഡിന് വേണ്ടി 1093 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്നും ചുരുങ്ങിയത് 100 രൂപയുടെ നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1005 രൂപ. സർ, കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് വളരെ മാസീവായിട്ട് റിട്ടേൺ നൽകിയ ഒരു ഓഹരിയായിരുന്നു നെറ്റ്വെബ് ടെക്നോളജി. നെറ്റ്വെബിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം ഒരു ഓഗസ്റ്റിൻ്റെ ലാസ്റ്റോടുകൂടി ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റം, വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ഒരു ഓഹരിയിൽ ഏകദേശം 9% വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് നേരിട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എന്നതിലപ്പുറത്തേക്ക് ഈ ഒരു ഓഹരിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ളൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി അറ്റ് ദ മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മൾ ഇന്ന് നേരത്തെ സ്വർണത്തിനെ കുറിച്ച് സംസാരിച്ചു. സ്വർണത്തിന്റെ മേജർ ബോട്ടം നമുക്ക് ലഭിച്ചത് ഓഗസ്റ്റ് 20 വളരെ സിമിലർ ഒരു പാറ്റേൺ നെറ്റ്വെബിന്റെ കേസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 20 ശേഷം ഈ ഒരു സ്റ്റോക്കിലും കാര്യമായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. നാച്ചുറലി ദ സ്റ്റോക്ക് ഇസ് ഓൾസോ ഹൈലി ഓവർ ഹീറ്റഡ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3820 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ ചില ഡിഫൻസ് ഓഹരികളിലെ കൂടി വരികയാണ്. അതിൽ ആദ്യത്തേത് BELലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. BELനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു 1.5% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻ, പ്രത്യേകിച്ചും സെപ്റ്റംബറിൻ്റെ പകുതി മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും കൂടുതലായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. BEL ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, പറഞ്ഞാൽ വളരെ ശരിയാണ്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ BELന്റെ കേസിൽ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 390 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് പുതിയൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ, അപ്പം തന്നെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിലേക്ക് കൂടി വരികയാണ്. BDLനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ 1.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയിലും ഏകദേശം ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള, അതായത് ജൂലൈക്ക് ശേഷം തുടർച്ചയായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തുകയും അവിടെ നിന്ന് ഏകദേശം സെപ്റ്റംബർ 10 ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഈ ഒരു ഓഹരി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടൊരു മുന്നേറ്റം നടത്താനും കഴിഞ്ഞിട്ടില്ല. BDL ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BDLന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ 1459 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം. കാര്യം ഈ സ്റ്റോക്കിന് 1580 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ വളരെ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്ക് നമുക്ക് നൽകും. സമാനമായ തരത്തിൽ പാറ്റേൺ ഫോളോ ചെയ്യുന്ന മറ്റൊരു ഡിഫൻസ് കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരികൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും നേരത്തെ BDL സൂചിപ്പിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ പകുതിക്ക് ശേഷം ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഓഹരി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5 ട്രേഡിംഗ് സെഷൻസ് ആയിട്ടൊരു ഇടിവിൽ തന്നെയാണ് ഓഹരിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇന്നലെയും ഏകദേശം 0.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളുടെ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കുമെന്ന്. കാര്യം ഇതിന്റെ ഒരു ബുള്ളിഷ് ട്രിഗർ 1925 രൂപയിലാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1650 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ മെസഗോൺ ഡോക്കിലേക്ക് കൂടി വരികയാണ്. മെസഗോൺ ഡോക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഇന്നലെ 2.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെസഗോൺ ഡോക്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
മാസഗോൺ ഡോക്കിന്റെ കേസിൽ നമുക്ക് വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് 2920 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 2705 രൂപ. സർ, അതിനോടൊപ്പം തന്നെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസിലേക്ക് കൂടി വരികയാണ്. റിലയൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ താങ്കൾ ഇതേ ഫോർത്തിൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, റിലയൻസിൽ കൃത്യമായിട്ടൊരു മുന്നേറ്റം അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി 50യിലും വളരെ ശക്തമായിട്ടുള്ളൊരു റാലിക്ക് സാധ്യതയുള്ളൂ എന്നും, റിലയൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 0.5% മുകളിലൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞൊരു 3 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് പരിശോധിക്കുമ്പോൾ പൊതുവേ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. റിലയൻസ് ഓഹരിയുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1335 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നല്ലെങ്കിൽ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 1400 രൂപയായിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ സുസ്ലോണിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുസ്ലോണിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. സുസ്ലോണിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ 0.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ള നഷ്ടത്തിന് ശേഷമാണ് ഇന്നലെ അത്തരമൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. സുസ്ലോൺ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 55 രൂപ മുതൽ 58 രൂപ ഈ റേഞ്ചിലായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 52 രൂപ 50 പൈസ. സാർ, അപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയായിട്ടുള്ള ഐനോക്സ് വിൻഡിലേക്ക് കൂടി വരികയാണ്. ഐനോക്സ് വിൻഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏകദേശം 4% അടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ചയും വളരെ ശക്തമായിട്ടൊരു നോട്ടിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. TCSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ആരതി സുബ്രഹ്മണ്യൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡേറ്റ, ക്ലൗഡ്, അതിനോടൊപ്പം തന്നെ AI പവേർഡുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ഇനി വരുന്ന ഫ്യൂച്ചർ ബിസിനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു സാന്നിധ്യം ഇപ്പോഴേ പ്രകടമാക്കാനായിട്ട് TCSന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ആരതി സുബ്രഹ്മണ്യൻ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അതായത് വളരെ പെട്ടെന്ന് തന്നെ വാല്യൂ റിയലൈസേഷനൊക്കെ ഈ മേഖലയിൽ നടക്കുന്നുണ്ടെന്ന് കൂടി അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഏതായാലും പ്രദീപ് സാറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സർ, കേൾക്കാമോ? ഐനോക്സ് വിൻഡിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരുന്നു. ബട്ട് എങ്കിലും ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോൾ ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 150 രൂപ. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷായി മാറും. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 160 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, അടുത്തായിട്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ ഏകദേശം 1% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഓഗസ്റ്റ് 29 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള, വളരെ മികച്ച രീതിയിലൊരു റിട്ടേൺ നൽകിയൊരു ഓഹരി കൂടിയാണ് IOCL ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്ത്യൻ ഓയിലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയിൽ നൽകിയിരിക്കുന്ന ആ നേട്ടത്തിന് തുടർന്ന് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 റെസിസ്റ്റൻസ് ലെവൽസ്. ആദ്യത്തെ 159, അതിനുശേഷം 164, അതിനുശേഷം 173. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 152 രൂപ. ചില ന്യൂജൻ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ആദ്യത്തേത് സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ 3.5% മുകളിലുള്ള വളരെ മാസീവായിട്ട് റിട്ടേൺ നൽകിക്കൊണ്ടാണ് ഓഹരി ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഇടിവിന് ശേഷം ഏകദേശം ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് കാണാൻ സാധിച്ചത്. അവിടെ നിന്നൊക്കെ വളരെ ശക്തമായിട്ടുള്ളൊരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് സ്വിഗ്ഗിക്ക് സാധിച്ചിട്ടുണ്ട്. സ്വിഗ്ഗിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ നമുക്ക് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ മേജർ ടാർഗറ്റ് ലെവൽസ് നമുക്ക് ഇനി ശ്രദ്ധിച്ചിരിക്കാവുന്നത് ആദ്യത്തെ 450, 460, 475, 490 ആൻഡ് 490 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള രണ്ട് മേജർ റെസിസ്റ്റൻസ് 510, 540. സർ, അതിനോടൊപ്പം തന്നെ ഇറ്റേണലിലേക്ക് കൂടി വരികയാണ്. ഇറ്റേണലിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇറ്റേണൽ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 347.5 എന്നൊരു ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ആ ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ജൂലൈക്ക് ശേഷം, ജൂലൈ 21 ശേഷം വളരെ ശക്തമായിട്ടുള്ളൊരു അപ് ട്രെൻഡിലാണ് ഈ ഓഹരി എന്ന് തന്നെ പറയാം. ഇറ്റേണൽ ഓഹരികളിൽ ഒരു പ്രോഫിറ്റ് ടേക്കിനുള്ളൊരു സമയമായിട്ടുണ്ടോ അതോ വീണ്ടും മുന്നോട്ടേക്കൊരു കുതിപ്പ് തന്നെയാണോ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇറ്റേണലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമുക്ക് അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 338 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ശ്രദ്ധിച്ചിരിക്കേണ്ട ടാർഗറ്റ് ലെവൽസ് 355, 365, 375. സർ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഇൻഫോബീമുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. ഇൻഫോബീം ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇൻഫോബീമിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 460 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 542, അതിനുശേഷം 583 റെസിസ്റ്റൻസ് ലെവൽസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. സർ, അപ്പം തന്നെ ആർത്തി ഫാർമസ്യൂട്ടിക്കൽസ് ഫാം ലാബ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഇടിവിന് ശേഷം ലോ ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് കാണുന്നത്. ഈ ഒരു ഓഹരിയുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫാം ലാബ്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 798 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അടുത്തതായിട്ട് ഇൻഡോ തായ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിലുള്ള ഒരു ഓഹരി കൂടിയാണിത്. വളരെ ശക്തമായിട്ടൊരു അപ് ട്രെൻഡിലാണ് ഈ ഓഹരി എന്ന് കാണാം. പ്രത്യേകിച്ചും സെപ്റ്റംബറിന് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ വളരെ മാസമായിട്ട് ഏകദേശം ഒരു 100% മുകളിൽ ഒരു നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണിത്. ഇൻഡോ തായ് സെക്യൂരിറ്റീസ് ലിമിറ്റഡുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇൻഡോ തായ് സെക്യൂരിറ്റീസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്ക് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം സ്റ്റോക്സിൽ പേഴ്സണലി ഞാൻ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റോ ട്രേഡിങ്ങോ സജസ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ദ റിസ്ക് ഇസ് വെരി വെരി ഹൈ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഈ പൊസിഷനിൽ നിന്നും വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സർ, ഒപ്പം ചില ബാങ്കിങ് ഓഹരികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യത്തേത് SBINുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. SBI സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു 0.5% നേട്ടം നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും സെപ്റ്റംബർ 18 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഒരു സൈഡ് വൈസ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ഈ ഓഹരിയിൽ കാണുന്നത്. SBI ഓഹരികളിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 885 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 845. അതിനോടൊപ്പം തന്നെ സരിഗമ ഇൻഡസ്ട്രീസിലേക്ക് കൂടി വരികയാണ്. സരിഗമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സരിഗമ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സർ, അടുത്തായിട്ട് അപ്പോളോ മൈക്രോവേവ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ 3.5% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു സെപ്റ്റംബർ 30 കൂടി ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം ഈ ഓഹരിയിൽ നടന്നതായിട്ടാണ് കാണുന്നത്. ആസ്ട്ര മൈക്രോവേവ് ലിമിറ്റഡുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
ആസ്ട്ര മൈക്രോവേവിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിലെ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് നമുക്ക് ജൂൺ മാസത്തിൽ നൽകിയിരിക്കുന്നു. ഓൾ ടൈം ഹൈ 1196 രൂപ. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1095 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് കോൾ ഇന്ത്യ ഓഹരിയുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? കോൾ ഇന്ത്യയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് വളരെ നല്ലൊരു സപ്പോർട്ട് 375 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ 396 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത്. യെസ്. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നടത്തുക. ഏതായാലും അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം മാർക്കറ്റ് സ്ക്രീനറിൽ നിഖിലും ഒപ്പം തന്നെ വിഷ്ണുവും ജോയിൻ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.